ഹലോ ഓൾ, വെൽക്കം ടു ദിശ അക്കാഡമി. SSC, റെയിൽവേ ആൻഡ് ബാങ്ക് എക്സാംസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു സീരീസ് ആണ് വീക്ക്ലി കറണ്ട് അഫയേഴ്സ്. ആൻഡ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂൺ 20 മുതൽ ജൂൺ 27 വരെ നടന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് ഇവന്റ്സിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒട്ടും നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, നേരെ നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: The Jayaprakash Narayan Bird Sanctuary received a Ramsar tag in June 2026. In which state it is located? അതായത് റീസെന്റ് ആയിട്ട് റാംസർ സൈറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് ജയപ്രകാശ് നാരായൺ ബേർഡ് സാങ്ച്വറി. ഈ ഒരു ജയപ്രകാശ് നാരായൺ ബേർഡ് സാങ്ച്വറി ഏത് സ്റ്റേറ്റിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ബീഹാർ, ഓപ്ഷൻ ബി ഉത്തർപ്രദേശ്, ഓപ്ഷൻ സി ജാർഖണ്ഡ് ആൻഡ് ഓപ്ഷൻ ഡി മധ്യപ്രദേശ്. ഇതിൽ ഏത് സ്റ്റേറ്റിലാണ് ജയപ്രകാശ് നാരായൺ ബേർഡ് സാങ്ച്വറി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ദി കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഉത്തർപ്രദേശ്. സോ ഉത്തർപ്രദേശിലാണ് എന്ത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഈ ഒരു ജയപ്രകാശ് നാരായൺ ബേർഡ് സാങ്ച്വറി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ്. ഇനി ജയപ്രകാശ് നാരായൺ ബേർഡ് സാങ്ച്വറി ഈസ് ഓൾസോ കോൾഡ് ആസ് സുർഹാത്ത് താൽ. സോ സുർഹാത്ത് താൽ എന്ന് എന്ത് ചെയ്യാറുണ്ട്? ഈ ഒരു ബേർഡ് സാങ്ച്വറി അറിയപ്പെടാറുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സുർഹാത്ത് താൽ. അപ്പോൾ ഉത്തർപ്രദേശിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ഒരു ബേർഡ് സാങ്ച്വറി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു ഇതെന്ന് പറയുന്നത്, ആൻഡ് ഈ ജയപ്രകാശ് നാരായൺ ബേർഡ് സാങ്ച്വറി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 100th റാംസർ സൈറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ 100ാമത്തെ റാംസർ സൈറ്റ് ആണെന്ത്? ഈ ഒരു ജയപ്രകാശ് നാരായൺ ബേർഡ് സാങ്ച്വറി. ഇറ്റ് ഈസ് 100th റാംസർ സൈറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ 100ാമത്തെ റാംസർ സൈറ്റ് ആണ് ഈ ഒരു ജയപ്രകാശ് നാരായൺ ബേർഡ് സാങ്ച്വറി. ഇറ്റ് ഈസ് 100th റാംസർ സൈറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ 100ാമത്തെ റാംസർ സൈറ്റ് ആണെന്ത്? ഈ ഒരു ജയപ്രകാശ് നാരായൺ ബേർഡ് സാങ്ച്വറി എന്ന് പറയുന്നത്. ഇനി ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റ്സ് ഉള്ളത് ഇന്ത്യയിലാണ്. സോ ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റ്സ് ഉള്ളത് ഇന്ത്യയിലാണ്. സോ ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റ്സ് ഉള്ള കൺട്രി എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അതുപോലെ തന്നെ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റ്സ് ഉള്ള കൺട്രീസിൽ തേർഡ് റാങ്ക് എന്ന് പറയുന്നത് എന്തിനാണ്? ഇന്ത്യക്കാണ്. സോ ഇന്ത്യക്കാണ് എന്തുള്ളത്? ഏറ്റവും കൂടുതൽ. സോ തേർഡ് ലാർജസ്റ്റ് നമ്പർ ഓഫ് റാംസർ സൈറ്റ്സ് ഉള്ളത് ഇന്ത്യക്കാണ്. സോ ഇന്ത്യക്കാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റ്സ് ഉള്ളതിൽ തേർഡ് പൊസിഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റ്സ് ഉള്ളതും എവിടെ തന്നെയാണ്? ഇന്ത്യയിൽ തന്നെയാണ്. സോ ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റ്സ് ഉള്ളതും ഇന്ത്യയിലാണ്. ആൻഡ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റ്സ് ഉള്ള കൺട്രീസിൽ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നതാണ് ഇറ്റ് ഈസ് എ തേർഡ് റാങ്ക്. സോ 3ാമത്തെ റാങ്ക് ആണ് എന്തുള്ളത്? ഇന്ത്യക്ക് ഉള്ളത്. ഇനി 100th റാംസർ സൈറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആൻഡ് റീസെന്റ് ആയിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യക്ക് 99th റാംസർ സൈറ്റും കിട്ടുന്നത്. സോ 100th റാംസർ സൈറ്റിനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് 99th റാംസർ സൈറ്റ് ഏതാണെന്നും കൂടി നമുക്കൊന്ന് മെൻഷൻ ചെയ്യാം. അപ്പോൾ റീസെന്റ് ആയിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? 99th റാംസർ സൈറ്റും ഇന്ത്യയുടെ റാംസർ സൈറ്റ്സിന്റെ ലിസ്റ്റിലേക്ക് എന്ത് ചെയ്യുന്നത്? ആഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഏതായിരുന്നു 99th റാംസർ സൈറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് ഷേഖാജീൽ ബേർഡ് സാങ്ച്വറി. അപ്പോൾ ഷേഖാജീൽ ബേർഡ് സാങ്ച്വറി ആയിരുന്നു ഇന്ത്യയിലെ 99ാമത്തെ റാംസർ സൈറ്റ്. സോ ഷേഖാജീൽ ബേർഡ് സാങ്ച്വറി ആണ് ഇന്ത്യയിലെ 99ാമത്തെ റാംസർ സൈറ്റ്. ആൻഡ് ഇതും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന എവിടെ തന്നെയാണ്? ഇറ്റ് ഈസ് ഓൾസോ ലൊക്കേറ്റഡ് ഇൻ ഉത്തർപ്രദേശ്. സോ ഷേഖാജീൽ ബേർഡ് സാങ്ച്വറിയും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഉത്തർപ്രദേശിൽ തന്നെയാണ്. സോ ഉത്തർപ്രദേശിലെ അലിഗഡിലാണ് എന്ത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഈ ഒരു ഷേഖാജീൽ ബേർഡ് സാങ്ച്വറി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി എന്താണ് ഈ റാംസർ സൈറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് റാംസർ കൺവെൻഷൻ അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? ഈ റാംസർ സൈറ്റ്സ് എന്ന് പറഞ്ഞ ആ ഒരു ടാഗ് എന്ത് ചെയ്യുന്നത്? അലോട്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി റാംസർ കൺവെൻഷൻ. അപ്പൊ എന്താണ് ഈ റാംസർ കൺവെൻഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നതാണ് ഇറ്റ് ഈസ് കൺവെൻഷൻ ഓൺ വെറ്റ്ലാൻഡ്സ്. സോ കൺവെൻഷൻ ഓൺ വെറ്റ്ലാൻഡ്സ് എന്നുള്ളതാണ് ഈ ഒരു റാംസർ കൺവെൻഷന്റെ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത്. കൺവെൻഷൻ ഓൺ വെറ്റ്ലാൻഡ്സ്, അതായത് ലോകത്തിലുള്ള ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള വെറ്റ്ലാൻഡ്സിനെ എന്ത് ചെയ്യുക? പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു കൺവെൻഷന്റെ ബേസിക് ആയിട്ടുള്ള പേർപ്പസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ വെറ്റ്ലാൻഡ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു ലാൻഡ് ആണ് വിച്ച് ഇസ് കവേർഡ് വിത്ത് വാട്ടർ. അതായത് ഒരു ലാൻഡ് ഏരിയ വിച്ച് ഈസ് കവേർഡ് വിത്ത് വാട്ടർ, അതായത് വെള്ളത്താൽ മൂടപ്പെട്ടിട്ടുള്ള ഒരു ലാൻഡ് ഏരിയ. അതിപ്പോൾ സോൾട്ട് വാട്ടർ ആവാം അല്ലെങ്കിൽ ഫ്രഷ് വാട്ടർ ആവാം. അതുപോലെ തന്നെ ഈ വെള്ളം ഈ ലാൻഡിനെ കവർ ചെയ്തിരിക്കുന്നത് സീസണൽ ആയിട്ടായിരിക്കാം അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടായിരിക്കാം. സോ അങ്ങനെയുള്ള ഏതൊരു ലാൻഡും എന്താണ്? വെറ്റ്ലാൻഡ് തന്നെയാണ്. അപ്പോൾ വെറ്റ്ലാൻഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളത്താൽ മൂടപ്പെട്ടിട്ടുള്ള ഒരു ലാൻഡ് ഏരിയ ആണെന്ത്? വെറ്റ്ലാൻഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ വെള്ളം എന്ന് പറയുന്നത് ഫ്രഷ് വാട്ടർ ആവാം അല്ലെന്നുണ്ടെങ്കിൽ സോൾട്ട് വാട്ടർ ആവാം. ആൻഡ് ഇങ്ങനെ കവർ ചെയ്യുന്നത് സീസണൽ ആയിട്ടായിരിക്കാം അല്ലെങ്കിൽ എന്തായിരിക്കാം? പെർമനന്റ് ആയിട്ടായിരിക്കാം. സോ അങ്ങനെയുള്ള ഏരിയാസിനെ വിളിക്കുന്ന പേരാണെന്ത്? വെറ്റ്ലാൻഡ്സ്.
സോ അങ്ങനെ ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള വെറ്റ്ലാൻഡ്സ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് എന്ത് ഈ ഒരു റാംസർ കൺവെൻഷന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. ഇനി ഈ ഒരു റാംസർ കൺവെൻഷൻ 1971, സോ 1971 എന്ത് ചെയ്യുന്നത് റാംസർ കൺവെൻഷൻ അഡോപ്റ്റ് ചെയ്യുന്നത്. ഇതൊരു ഇന്റർ ഗവൺമെന്റൽ ട്രീറ്റി ആണ്. അതായത് പല രാജ്യങ്ങളിലെ ഗവൺമെന്റ് ചേർന്ന് സൈൻ ചെയ്തിട്ടുള്ള ഒരു ഇന്റർ ഗവൺമെന്റൽ ട്രീറ്റി ആണ് റാംസർ കൺവെൻഷൻ, വിച്ച് വാസ് അഡോപ്റ്റഡ് ഇൻ 1971. അപ്പോൾ ഇതിന് എന്തുകൊണ്ടാണ് ഈ കൺവെൻഷൻ ഓൺ വെറ്റ്ലാൻഡ്സ് എന്ന ഒഫീഷ്യൽ നെയിം ഉള്ള ഈ ഒരു കൺവെൻഷന് എന്തുകൊണ്ടാണ് റാംസർ കൺവെൻഷൻ പേര് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കൺവെൻഷൻ നടന്നത് റാംസറിൽ വെച്ചിട്ടാണ്. അതായത് ഇറാനിലുള്ള റാംസർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ ഒരു കൺവെൻഷൻ നടന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇതിനെ റാംസർ കൺവെൻഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫോസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which indigenous DRDO airborne early warning and control system recently received final operational clearance? അതായത് റീസെന്റ് ആയിട്ട് DRDO ഡെവലപ്പ് ചെയ്ത ഏത് ഇൻഡിജീനിയസ് സിസ്റ്റത്തിനാണ്, ഏത് ഇൻഡിജീനിയസ് എയർബോൺ ഏർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റത്തിനാണ് ഫൈനൽ ഓപ്പറേഷൻ ക്ലിയറൻസ് ലഭിച്ചത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ അസ്ത്ര, ഓപ്ഷൻ ബി നേത്ര, ഓപ്ഷൻ സി ആകാശ് ആൻഡ് ഓപ്ഷൻ ഡി പിനാക. അപ്പൊ ഇതിലേത് എയർബോൺ ഏർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റത്തിനാണ് റീസെന്റ് ആയിട്ട് ഫൈനൽ ഓപ്പറേഷൻ ക്ലിയറൻസ് ലഭിച്ചത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി നേത്ര. സോ നേത്രയാണെന്ന് ഇപ്പോ റീസെന്റ് ആയിട്ട് DRDO തദ്ദേശീയമായിട്ട് ഇൻഡിജിനസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള എയർബോൺ ഏർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഈ ഒരു നേത്രയെ വിളിക്കുന്ന മറ്റൊരു പേര്, അല്ലെങ്കിൽ നേത്രയെ കോമൺ ആയിട്ട് അറിയപ്പെടുന്ന പേരെന്ന് പറയുന്നത് ഐ ഇൻ ദ സ്കൈ എന്നാണ്. ഇറ്റ് ഈസ് കോൾഡ് ആസ് ഐ ഇൻ ദ സ്കൈ. ഇറ്റ് ഈസ് പോപ്പുലർലി കോൾഡ് ആസ് ഐ ഇൻ ദ സ്കൈ. അപ്പൊ ഐ ഇൻ ദ സ്കൈ എന്ന് വിളിക്കപ്പെടുന്ന സിസ്റ്റം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് നേത്ര. സോ നേത്രയെ വിളിക്കുന്നത് ഐ ഇൻ ദ സ്കൈ എന്നാണ്. അപ്പൊ ഇതെന്ന് പറയുന്നതാണ് ഒരു എയർബോൺ ഏർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം ആണ്. അതായത് ബേസിക്കലി ഇതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണെന്ത് നമ്മുടെ നേത്ര എന്ന് പറയുന്നത്. സോ ദിസ് കമ്പോണന്റ്, ഈ ഒരു കമ്പോണന്റിനെയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ നേത്ര എന്ന് പറയുന്നത്. അതായത് ഇത് ബേസിക്കലി എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എയർബോൺ ആയിട്ടുള്ള മിസൈൽസ്, അതുപോലെ തന്നെ ഷിപ്പുകൾ, ദെൻ മറ്റേത് രീതിയിലുള്ള സർവൈലൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സർവൈലൻസ് സിസ്റ്റം ആണെന്ത് ഈ ഒരു നേത്ര എന്ന് പറയുന്നത്. അതായത് ബേസിക്കലി എന്താണ്, ഇതൊരു സർവൈലൻസ് സിസ്റ്റം ആണ്, അല്ലെങ്കിൽ റഡാർ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം ആണെന്ത് ഈ ഒരു നേത്ര എന്ന് പറയുന്നത്. അപ്പൊ എയർബോൺ ആയിട്ട് വരുന്ന മിസൈൽസ്, അല്ലെങ്കിൽ എയർബോൺ ആയിട്ട് നമുക്ക് വരുന്ന ത്രെറ്റ്സുകൾ, അതുപോലെ തന്നെ ഷിപ്സ്, അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യാനായിട്ടുള്ള ഒരു റഡാർ സിസ്റ്റം ആണെന്ത് ഈ ഒരു നേത്ര എന്ന് പറയുന്നത്. ആൻഡ് ഇതുവഴി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഏർലി വാർണിംഗ് കൊടുക്കാനായിട്ട് സാധിക്കും. അതായത് ശത്രുക്കൾ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ സാധിക്കും, നമുക്ക് നമ്മുടെ സിസ്റ്റത്തിനെ അലേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് ഏതാണ്ട് 240 to 300 കിലോമീറ്റർ. അതായത് ഈ ഒരു സിസ്റ്റത്തിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 240 to 300 കിലോമീറ്റർ വരെയാണ്. 240 മുതൽ 240 to 300 കിലോമീറ്റർ, 240 മുതൽ 300 കിലോമീറ്റർ വരെയാണെന്ന് ഈ ഒരു സിസ്റ്റത്തിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സിസ്റ്റം വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈസി ആയിട്ട് ഫ്രണ്ട്സിനെയും അതുപോലെ തന്നെ എനിമീസിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇതൊരു അഡ്വാൻസ് സിസ്റ്റം ആണ്. അപ്പോൾ ഈ ഒരു സിസ്റ്റം വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ എയർബോൺ ആയിട്ട് വരുന്ന മിസൈൽസ് അതുപോലെ തന്നെ എന്താണ് സീസിലുള്ള, ഓഷൻസിലുള്ള ഷിപ്പുകൾ, അതിനകത്ത് ഏതാണ് എനിമി ഷിപ്പ്, ഏതാണ് നമ്മുടെ ഫ്രണ്ട് കൺട്രിയുടെ ഷിപ്പ് എന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈസിലി ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ അതുപോലെ തന്നെ ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട വേറൊരു ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ആൻഡ് ഈ ഒരു ക്യാരിയറിന്റെ പേരാണ്. സോ ഈ ഒരു ക്യാരിയറിന്റെ പേരും എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. സോ ഇതെന്ന് പറയുന്നത് എംബ്രയർ ERJ. സോ എംബ്രയർ ERJ-45 എന്ന് പറഞ്ഞൊരു എയർക്രാഫ്റ്റ് ആണ്. സോ എംബ്രയർ ERJ-45. സോ എംബ്രയർ ERJ-145. സോ ഇതെന്ന് പറയുന്നത് എംബ്രയർ ERJ-145 എന്ന് പറഞ്ഞൊരു എയർക്രാഫ്റ്റ് ആണ്. ഈ ഒരു എയർക്രാഫ്റ്റിനകത്താണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സിസ്റ്റം മൗണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ കാരിയർ എന്ന് പറയുന്നത്, ഈ ഒരു സിസ്റ്റത്തിന്റെ കാരിയർ എന്ന് പറയുന്നത് എംബ്രയർ ERJ-145 എന്ന് പറഞ്ഞൊരു സിസ്റ്റം ആണ്. ആൻഡ് ഈ ഒരു സിസ്റ്റം, ഈ ഒരു നേത്ര എന്ന് പറഞ്ഞ സിസ്റ്റം ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്ന ഇന്ത്യൻ എയർഫോഴ്സിനാണ്. സോ ഇന്ത്യൻ എയർഫോഴ്സിനാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സിസ്റ്റം ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്നത്.
ഇതിന് കൊടുത്തിരിക്കുന്ന ഫുൾ ഓപ്പറേഷണൽ ക്ലിയറൻസ് ആണ്. സോ ഫുൾ ഓപ്പറേഷണൽ ക്ലിയറൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഇതിന് റിസീവ് ചെയ്തിരിക്കുന്നത്. വിച്ച് മീൻസ് ടെസ്റ്റിങ്ങും വാലിഡേഷനും എല്ലാം കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യാൻ പറ്റും, ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഫുൾ ഓപ്പറേഷണൽ ക്ലിയറൻസ് ആണ് ഈ ഒരു സിസ്റ്റത്തിന് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇറ്റ് ഈസ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ, DRDO. Next question. Indian jurist Bimal N. Patel was elected as a judge of which of the international body for the 2026-2035 term? 2026 മുതൽ 2035 വരെയുള്ള കാലാവധിയിൽ ഇതിലേത് ഇന്റർനാഷണൽ ബോഡിയുടെ ജഡ്ജായിട്ടാണ് ബിമൽ എൻ പട്ടേൽ എന്നുള്ള ഇന്ത്യൻ ജൂറിസ്റ്റിനെ ഇലക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, ഓപ്ഷൻ ബി പെർമനന്റ് കോർട്ട് ഓഫ് ആർബിട്രേഷൻ, ഓപ്ഷൻ സി ഇന്റർനാഷണൽ ട്രൈബ്യൂണൽ ഫോർ ദ ലോ ഓഫ് സീ ITLOS ആൻഡ് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട്. അപ്പൊ ഇതിൽ ഏത് ഇന്റർനാഷണൽ ബോഡിയുടെ ജഡ്ജായിട്ടാണ് ബിമൽ എൻ പട്ടേലിനെ റീസെന്റ് ആയിട്ട് ഇലക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഇന്റർനാഷണൽ ട്രൈബ്യൂണൽ ഫോർ ദ ലോ ഓഫ് സീ. സോ ഇന്റർനാഷണൽ ട്രൈബ്യൂണൽ ഫോർ ദ ലോ ഓഫ് സീ ഈ ഒരു ഇന്റർനാഷണൽ ബോഡിയുടെ ജഡ്ജായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ബിമൽ എൻ പട്ടേലിനെ റീസെന്റ് ആയിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത് ഫോർ ദ 2026-2035 ടേം എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ITLOSനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഇന്റർനാഷണൽ ട്രൈബ്യൂണൽ ഫോർ ദി ലോ ഓഫ് സീ ITLOS എന്ന് പറയുന്നത് ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ INCLOS, ദാറ്റ് ഈസ് UNCLOS, യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ലോ ഓഫ് സീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു UN കൺവെൻഷൻ, യുണൈറ്റഡ് നേഷൻ കൺവെൻഷന്റെ ബേസിസിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ ഒരു ട്രൈബ്യൂണൽ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. സോ UNCLOS അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ലോ ഓഫ് സീ. So United Nations UN Convention on Law of Sea, United Nations Convention on Law of Sea. ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ലോ ഓഫ് സീ ഈ ഒരു UNCLOS ഈ ഒരു കൺവെൻഷന്റെ കീഴിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ ഒരു ട്രൈബ്യൂണൽ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇന്റർനാഷണൽ ട്രൈബ്യൂണൽ ഫോർ ദി ലോ ഓഫ് സീ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ട്രൈബ്യൂണൽ എന്ത് ചെയ്തിരിക്കുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു ട്രൈബ്യൂണൽ ബേസിക്കലി എന്തിനാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷന് വേണ്ടിയിട്ടാണ്. അതായത് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ ഒരു ട്രൈബ്യൂണൽ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഏതൊക്കെ തരത്തിലുള്ള ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാരിടൈം ബൗണ്ടറി സംബന്ധിച്ചുള്ള ഡിസ്പ്യൂട്ട്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ മറൈൻ റിസോഴ്സസിന്റെ കൺസർവേഷനും പ്രിസർവേഷനും സംബന്ധിച്ചുള്ള ഡിസ്പ്യൂട്ട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നാവിഗേഷൻ സംബന്ധിച്ചുള്ള ഡിസ്പ്യൂട്ട്സ് ആയിക്കോട്ടെ, ഇങ്ങനെ സീ ആയിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ഓഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസ്പ്യൂട്ട്സ് സോൾവ് ചെയ്യുക, കേൾക്കുക, അത് സോൾവ് ചെയ്യുക എന്നുള്ള ആ ഒരു ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ആണെന്ത് ഈ ഒരു കോർട്ടിനെ ഏൽപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു ഇന്റർനാഷണൽ ട്രൈബ്യൂണലിനെ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി എന്ന് പറയുന്നത്. ആൻഡ് ഇതിന്റെ ജഡ്ജായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് ബിമൽ എൻ പട്ടേൽ റീസെന്റ് ആയിട്ട് ഇലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. സോ ബേസിക്കലി നമ്മുടെ സീ ആയിട്ട് ബന്ധപ്പെട്ട ഡിസ്പ്യൂട്ട്സ്, അതിപ്പോൾ നാവിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്പ്യൂട്ട്സ് ആവാം, അല്ലെങ്കിൽ മാരിടൈം ബൗണ്ടറി ആയിട്ട് ബന്ധപ്പെട്ട സീ ബൗണ്ടറി ആയിട്ട് ബന്ധപ്പെട്ട ഡിസ്പ്യൂട്ട്സ് ആകാം, അതുമല്ലെന്നുണ്ടെങ്കിൽ ഓഷൻ റിസോഴ്സസിന്റെ മറൈൻ റിസോഴ്സസിന്റെ കൺസർവേഷനും പ്രിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്പ്യൂട്ട്സ് ആവാം. ഇങ്ങനെയുള്ള ഡിസ്പ്യൂട്ട്സ് ഒക്കെ കേൾക്കുക, സോൾവ് ചെയ്യുക എന്നുള്ളതാണ് എന്ത് ഈ ഒരു ITLOSന്റെ മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത്. ആൻഡ് ഇന്ത്യ എന്നാണ് ഈ ഒരു യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ലോ ഓഫ് സീയിൽ പാർട്ടിസിപ്പന്റ് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് ഇൻ 1995. സോ 1995 മുതൽ ഇന്ത്യ എന്തിന്റെ പാർട്ടാണ് ഈ ഒരു യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ലോ ഓഫ് സീയുടെ ഭാഗമാണ്. ഇന്ത്യ ഈസ് എ പാർട്ടി ടു UNCLOS സിൻസ് 1995. 1995 മുതൽ UNCLOSന്റെ പാർട്ടാണ്, അല്ലെങ്കിൽ UNCLOSൽ സൈൻ ചെയ്തിട്ടുള്ള ഒരു പാർട്ടിയാണെന്ന് ഇന്ത്യ എന്ന് പറയുന്നത്. ഇനി ITLOSലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന 1996ലാണ്. സോ 1996ലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഇന്റർനാഷണൽ ട്രൈബ്യൂണൽ ഫോർ ദ ലോ ഓഫ് സീ എന്ത് ചെയ്യുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. സോ ITLOS എസ്റ്റാബ്ലിഷ് ചെയ്തത് സിൻസ് ഇറ്റ് വാസ് ഇൻ 1996. ആൻഡ് ഇന്ത്യ എന്ന് പറയുന്നത് 1995 മുതൽ എന്താണ് UNCLOSന്റെ പാർട്ടിയാണ്. വരാൻ പോകുന്ന CGL എക്സാമിന് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇനി എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള ഡൗട്ടിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷൻ ആണ് ദിശ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു CGL കോഴ്സ്. ആൻഡ് ഇതെന്ന് പറയുന്ന CGLന് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ്ലി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു കോഴ്സാണ്. 2026 CGL മുന്നിൽ കണ്ടുകൊണ്ട് ഈ ഒരു CGLന്റെ ആ ഒരു അതായത് ലിമിറ്റഡ് പീരീഡ് കൊണ്ട് കംപ്ലീറ്റ് പോർഷൻസും കവർ ചെയ്തുകൊണ്ട് നിങ്ങളെ ഫുൾ പ്രിപ്പയർ ആക്കുക എന്നുള്ളതാണ് ഈ ഒരു കോഴ്സിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു കോഴ്സിൽ
ടൈം ഡ്യൂറേഷൻ കുറവാണെങ്കിൽ പോലും ഫ്രം ദ ബേസിക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഫ്രം ദ ബേസ് ലെവൽ, അതായത് നിങ്ങൾക്ക് യാതൊരു ഐഡിയ ഇല്ലെന്നുണ്ടെങ്കിൽ പോലും ഫ്രം ദ ബേസ് ലെവൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് 2026 CGL വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് കോഴ്സ് ആണിത്. ആൻഡ് ഈ ഒരു കോഴ്സിന് ഇപ്പോൾ നമുക്കൊരു ഏർലി ബേർഡ് ഓഫർ അവൈലബിൾ ആണ്. 10% ഓഫർ ഈ ഒരു കോഴ്സിന് ഇപ്പോൾ നിങ്ങൾക്ക് 10% ഓഫർ അവൈൽ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു കോഴ്സിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 4,999 ആണ്. ബട്ട് 10% ഓഫർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ 4,500 rupees മാത്രം എന്ത് ചെയ്താൽ മതി, ഒരു കോഴ്സിന് വേണ്ടിയിട്ട് പേ ചെയ്താൽ മതി. ആൻഡ് ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് ലൈവ് കോഴ്സ് ആണ്, വിച്ച് മീൻസ് ലൈവ് ക്ലാസ്സസ് ആണ്. ഇനി സപ്പോസ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിനകത്ത് കയറാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് റെക്കോർഡിങ്സ്, അതേ ലൈവ് ക്ലാസ്സിന്റെ റെക്കോർഡിങ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അൺലിമിറ്റഡ് ടൈംസ് എന്ത് ചെയ്യാൻ പറ്റും, വാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ക്ലാസ്സിന്റെ PDF എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നുണ്ട്. നിങ്ങൾക്ക് ആ PDF ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു കോഴ്സിനകത്ത് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിനെ കുറിച്ച് ഫർദർ ഡീറ്റെയിൽസ് വേണമെങ്കിലോ ഈ ഒരു കോഴ്സിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിലോ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 8075753676 ഓർ 7012615062. അപ്പോൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ CGL പാറ്റേൺ ഒക്കെ ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സെക്ഷണൽ ടൈമർ ഒക്കെ വന്നതുകൊണ്ട് തന്നെ ഇനി കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചും കൂടെ ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് കുറച്ച് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് WEF's എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് 2026. അപ്പോൾ റീസെന്റ് ആയിട്ട് പബ്ലിഷ് ചെയ്യപ്പെട്ടുള്ള ഒരു ഇൻഡെക്സ് ആണ് ഈ ഒരു എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് 2026. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട 3 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ്സിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, സ്വീഡൻ ടോപ്പ് ദി എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് 2026 rankings. Second statement, India ranked 70th with a score of 54.9. Third statement, global energy transition readiness increased for the first time in a decade. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ A 1 and 2 only, ഓപ്ഷൻ B 2 and 3 only, ഓപ്ഷൻ C 1 and 3 only, ആൻഡ് ഓപ്ഷൻ D 1, 2 and 3. അപ്പോൾ ഈ ഒരു എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിലേക്ക് വരുമ്പോൾ ഈ ഒരു എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് ആരാണ് പബ്ലിഷ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പബ്ലിഷ് ബൈ ദി വേൾഡ് എക്കോണമിക് ഫോറം. സോ വേൾഡ് എക്കോണമിക് ഫോറം ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് പബ്ലിഷ് ബൈ ദി വേൾഡ് എക്കോണമിക് ഫോറം. അത് ക്വസ്റ്റിനകത്ത് തന്നെ തന്നിട്ടുണ്ട്. WEF ആണെന്ന് ഈ ഒരു എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് പബ്ലിഷ് ബൈ വേൾഡ് എക്കോണമിക് ഫോറം ഓർ WEF. അപ്പോൾ ഈ ഒരു എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് എന്താണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് എന്താണ് ഈ ഒരു ഇൻഡെക്സ് എന്താണ് മെഷർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കൺവെൻഷണൽ ആയിട്ടുള്ള എനർജി സോഴ്സസ്, അതായത് ഫോസിൽ ഫ്യൂൽസിൽ നിന്ന് ഇപ്പോൾ ഉള്ള നമ്മുടെ എന്താണ് ഗ്രീനർ ആയിട്ടുള്ള എനർജി സോഴ്സസിലേക്ക് ഒരു കൺട്രിയുടെ ട്രാൻസിഷൻ എത്രമാത്രം ഉണ്ട് എന്ന് കാണിക്കുന്ന, അല്ലെങ്കിൽ എത്രമാത്രം ഉണ്ട് എന്ന് മെഷർ ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണത് ഈ ഒരു എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോസിൽ ഫ്യൂൽസിൽ നിന്ന് നമ്മുടെ ഗ്രീനർ എനർജിയിലേക്ക് ഒരു കൺട്രിയുടെ ട്രാൻസിഷൻ, ഒരു കൺട്രിയുടെ ഒരു ഷിഫ്റ്റിങ് എത്രമാത്രം ഉണ്ട് എന്നുള്ള രീതിയിൽ ആ കാര്യത്തിനെ കുറിച്ച് മെഷർ ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണത് ഈ ഒരു എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് 2026 റിപ്പോർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു, സ്വീഡൻ ടോപ്പ് ദി ETA 2026 റാങ്കിങ്സ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ബിക്കോസ് എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് 2026ന്റെ ടോപ്പ് 3 റാങ്കുകൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സ്വീഡൻ. സോ സ്വീഡൻ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു റാങ്കിങ്ങിനകത്ത് ഫസ്റ്റ് നിൽക്കുന്നത്. സെക്കൻഡ് പൊസിഷൻ ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫിൻലൻഡ്. ഫിൻലൻഡ് ആണ് ഈ ഒരു റാങ്കിനകത്ത് സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്നത്. തേർഡ് പൊസിഷനിൽ നിൽക്കുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സ്വീഡൻ, ഫിൻലൻഡ് ആൻഡ് ഡെൻമാർക്ക്. സോ ഡെൻമാർക്ക് ആണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഇൻഡെക്സിനകത്ത് തേർഡ് പൊസിഷനിനകത്ത് നിൽക്കുന്നത്. സോ ഫസ്റ്റ് പൊസിഷൻ ഗോസ് ടു സ്വീഡൻ, സെക്കൻഡ് പൊസിഷൻ ഫിൻലാൻഡ് ആണ്, ആൻഡ് തേർഡ് പൊസിഷൻ ആണെന്ത് ഡെൻമാർക്കിനുള്ളത്. സോ ഇതിനകത്ത് സ്വീഡൻ ആണ് ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ ഫിൻലാൻഡ് ആൻഡ് തേർഡ് പൊസിഷൻ ഈസ് ഡെൻമാർക്ക്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്, കറക്റ്റ് ആണ്. സ്വീഡൻ ആണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഇൻഡെക്സ് ടോപ്പ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു, ഇന്ത്യ റാങ്ക് 70th വിത്ത് എ സ്കോർ ഓഫ് 54.9. ഈ ഒരു സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ബിക്കോസ് ഈ ഒരു ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 70 ആണ്.
ഇനി ഈ ഒരു ഇൻഡെക്സ് എത്ര കൺട്രീസിനെയാണ് അസസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 120 കൺട്രീസിനെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഇൻഡെക്സ് അസസ് ചെയ്യുന്നത്. ആ 120 കൺട്രീസിൽ 70ാമത്തെ റാങ്കാണ് ഇന്ത്യക്കുള്ളത്. അപ്പൊ 120 കൺട്രീസിനെയാണ് ഈ ഒരു ഇൻഡെക്സ് എന്ത് ചെയ്യുന്നത് അസസ് ചെയ്യുന്നത്. അതിൽ ഈ 70ാമത്തെ റാങ്കാണ് ഇന്ത്യക്കുള്ളത്. ആൻഡ് ഇന്ത്യയുടെ സ്കോർ എന്ന് പറയുന്നത് 54.9 ആണ്. ആൻഡ് ഈ ഒരു ഇൻഡെക്സിന്റെ പ്രത്യേകത എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഇൻഡെക്സിനകത്ത് കൺട്രിക്ക് സ്കോർ നിർണ്ണയിക്കുന്നത് ഇറ്റ് ഈസ് ബിറ്റ്വീൻ 0 to 100. അതായത് 0ക്കും 100നും ഇടയിലായിരിക്കും എന്ത് ചെയ്യുന്നത് ഈ ഒരു ഇൻഡെക്സിൽ ഒരു കൺട്രിയുടെ സ്കോർ എന്ന് പറയുന്നത്. ആൻഡ് ഇന്ത്യയുടെ സ്കോർ എന്ന് പറയുന്നത് ഏതാണ്ട് മിഡിലായിട്ടാണ് 54.9 ആണെന്ന് ഈ ഒരു ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്കോർ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ഇൻഡെക്സിന്റെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഫീച്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീൻസ് ആ ഒരു ഒറ്റ പോയിന്റ് മാത്രം നിങ്ങൾ ന്യൂസിൽ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് ഒരു ഓപ്ഷൻ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. സോ ഈ ഒരു ഇൻഡെക്സിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ എ ഡീക്കേഡ്, അതായത് ഈ ഒരു ഡീക്കേഡിൽ ഫോർ ദ ഫസ്റ്റ് ടൈം എന്ത് ചെയ്തു ഗ്ലോബൽ എനർജി ട്രാൻസിഷൻ റെഡിനെസ് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഫോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്യുകയല്ല. അതായത് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ദിസ് ഡീക്കേഡ്, ഈ ഒരു ഡീക്കേഡിൽ ഫോർ ദ ഫസ്റ്റ് ടൈം എന്ത് സംഭവിച്ചു ഗ്ലോബൽ എനർജി ട്രാൻസിഷൻ റെഡിനെസ് എന്ത് ചെയ്തു ഫോൾ ചെയ്തു. അതായത് കൺട്രീസിന്റെ ഈ ഒരു എനർജി ട്രാൻസിഷന് വേണ്ടിയുള്ള പ്രിപ്പയർനെസ്സിനകത്ത് ഒരു വീഴ്ച സംഭവിക്കുന്നത് ഫോർ ദ ഫസ്റ്റ് ടൈം ആണ് ഇൻ ദിസ് ഡീക്കേഡ്. ഈ ഒരു ഡീക്കേഡിൽ ഫോർ ദ ഫസ്റ്റ് ടൈം എന്ത് ചെയ്തു കൺട്രീസ് ഗ്ലോബൽ എനർജി ട്രാൻസിഷൻ റെഡിനെസ്സിനകത്ത് എന്ത് ചെയ്തു അവർക്കൊരു വീഴ്ച സംഭവിച്ചു. അപ്പോൾ ഇൻക്രീസ് ചെയ്യുകയല്ല ചെയ്തത്, ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്തത്. വിച്ച് മീൻസ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ് ഇൻകറക്റ്റ് ആണ്. അതായത് 3 ഇൻകറക്റ്റ് ആണ്. സോ 3 ഇൻകറക്റ്റ് ആണെങ്കിൽ ഈ ഓപ്ഷൻ പോയി, ഈ ഓപ്ഷൻ പോയി, ഈ ഓപ്ഷൻ പോയി. പിന്നെ ബാക്കിയുള്ളത് 1 and 2 only ആണ്. അതായത് ഇൻ കേസ് നിങ്ങൾക്ക് ഈ സ്കോറിനകത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും 3 ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, ദാറ്റ് ഈസ് 1 and 2 only. അപ്പോൾ എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് എന്ന് പറയുന്ന വേൾഡ് എക്കോണമിക് ഫോറം പബ്ലിഷ് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണ്. ഈ ഒരു ഇൻഡെക്സിനകത്ത് ഒരു കൺട്രിയുടെ ഫോസിൽ ഫ്യൂൽസിൽ നിന്ന് ക്ലീനർ എനർജിയിലേക്കുള്ള ട്രാൻസിഷനെയാണ് എന്ത് ചെയ്യുന്നത് അസസ് ചെയ്യുന്നത്. 120 കൺട്രീസിനെയാണ് ഈ ഒരു ഇൻഡെക്സ് എന്ത് ചെയ്യുന്നത് അസസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏതാണ്ട് 44 ഇൻഡിക്കേറ്റേഴ്സ്, സോ 120 കൺട്രീസിന്റെ ഇടയിൽ 44 ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് അസസ്മെന്റ് നടക്കുന്നത്. ഈ ഒരു ഇൻഡെക്സിൽ ഫസ്റ്റ് റാങ്ക് സ്വീഡൻ ആണ്, സെക്കൻഡ് റാങ്ക് ഗോസ് ടു ഫിൻലാൻഡ് ആൻഡ് തേർഡ് റാങ്ക് ഡെൻമാർക്കിനാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 70 ആണ്. ആൻഡ് ഇന്ത്യയുടെ സ്കോർ എന്ന് പറയുന്നത് 54.9. ആൻഡ് ഈ ഒരു ഇൻഡെക്സിൽ കൺട്രീസിനെ റാങ്ക് ചെയ്യുന്നത് 0 മുതൽ 100 വരെയുള്ള സ്കോഴ്സിനകത്തായിട്ടാണ്. ആൻഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ദിസ് ഡീക്കേഡ്, ഈ ഒരു ഡീക്കേഡിൽ ഫോർ ദ ഫസ്റ്റ് ടൈം എന്ത് സംഭവിച്ചു കൺട്രീസിന്റെ ഗ്ലോബൽ എനർജി ട്രാൻസിഷൻ റെഡിനെസിന് വീഴ്ച സംഭവിച്ചു, ഒരു ഫോൾ സംഭവിക്കുന്നത് ഈ ഒരു ഇൻഡെക്സിലാണ്. അതാണ് ഈ ഒരു ഇൻഡെക്സിന്റെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത്. Next question. At the 19th Mumbai International Film Festival, which documentary won the Golden Conch for the best documentary film? ഏറ്റവും മികച്ച ഡോക്യുമെന്ററി ഫിലിമിനുള്ള ഗോൾഡൻ കോഞ്ച് അവാർഡ് 19th മുംബൈ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഏത് ഡോക്യുമെന്ററിക്കാണ് ലഭിച്ചത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ദ ഗോൾഡൻ ത്രെഡ്, ഓപ്ഷൻ ബി സിൽവർ, ഓപ്ഷൻ സി നോക്ടേൺസ് ആൻഡ് ഓപ്ഷൻ ഡി ഗ്ലാസ് വർക്ക്. അപ്പൊ ഇതിൽ ഏത് ഡോക്യുമെന്ററിക്കാണ് ഏറ്റവും ബെസ്റ്റ് ഡോക്യുമെന്ററി ഫിലിമിനുള്ള ഗോൾഡൻ കോഞ്ച് അവാർഡ് റിസീവ് ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ വിച്ച് കൺട്രി റിസീവ് ദി ഗോൾഡൻ കോഞ്ച് അവാർഡ് ഫോർ ദി ബെസ്റ്റ് ഡോക്യുമെന്ററി ഫിലിം? സോ ഏറ്റവും മികച്ച ഡോക്യുമെന്ററി ഫിലിമിനുള്ള ഏറ്റവും മികച്ച ഇന്റർനാഷണൽ ഡോക്യുമെന്ററി ഫിലിം. സോ ബെസ്റ്റ് ഡോക്യുമെന്ററി ഫിലിം എന്നല്ല, ബെസ്റ്റ് ഇന്റർനാഷണൽ ഡോക്യുമെന്ററി ഫിലിം എന്ന് ആഡ് ചെയ്തോണേ ക്വസ്റ്റ്യനകത്ത്. ബെസ്റ്റ് ഇന്റർനാഷണൽ ഡോക്യുമെന്ററി ഫിലിം. സോ ഏറ്റവും മികച്ച ഇന്റർനാഷണൽ ഡോക്യുമെന്ററി ഫിലിമിനുള്ള ഗോൾഡൻ കോഞ്ച് അവാർഡ്. കോഞ്ച് മീൻസ് നമ്മുടെ ശംഖ് ഉണ്ടല്ലോ, അതാണ് കോഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഗോൾഡൻ കോഞ്ച് അവാർഡ് റിസീവ് ചെയ്ത് ഇതിൽ ഏത് ഫിലിമിനാണ് അല്ലെങ്കിൽ ഏത് ഡോക്യുമെന്ററിക്കാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി സിൽവർ. സോ സിൽവർ എന്നുള്ള ഡോക്യുമെന്ററിക്കാണ് മുംബൈ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ 19th മുംബൈ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഏറ്റവും മികച്ച ഇന്റർനാഷണൽ ഡോക്യുമെന്ററിക്കായിട്ടുള്ള ഗോൾഡൻ കോഞ്ച് അവാർഡ് എന്ത് ചെയ്യുന്നത് റിസീവ് ചെയ്യുന്നത്. ആൻഡ് ഇതിന്റെ ഡയറക്ടർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് നറ്റാലിയ കോണിയാസ്. സോ നറ്റാലിയ കോണിയാസ് ആയിരുന്നു ഈ ഒരു ഡോക്യുമെന്ററിയുടെ ഡയറക്ടർ എന്ന് പറയുന്നത്. ദി ഡയറക്ടർ ഫോർ ദിസ് ഡോക്യുമെന്ററി വാസ് നറ്റാലിയ കൊണിയാസ്. സോ നറ്റാലിയ കൊണിയാസ് ആയിരുന്നു ഈ ഒരു ഡോക്യുമെന്ററിയുടെ ഡയറക്ടർ. സോ സിൽവർ എന്നുള്ള ഈ ഒരു ഡോക്യുമെന്ററിയുടെ ഡയറക്ടർ എന്ന് പറയുന്നത് ഇറ്റ് വാസ് നറ്റാലിയ കൊണിയാസ്. ആൻഡ് ഈ സിൽവർ എന്ന് പറയുന്നത് പോളിഷ് ലാംഗ്വേജിലുള്ള ഒരു ഡോക്യുമെന്ററി ആണ്. ഇറ്റ് ഈസ് എ പോളിഷ് ലാംഗ്വേജ് ഡോക്യുമെന്ററി. സോ പോളിഷ് ലാംഗ്വേജിലുള്ള ഡോക്യുമെന്ററി ആണ് ഈ ഒരു സിൽവർ എന്ന് പറയുന്നത്.
It is a Polish language documentary. Next question. Which country's highest national honor, the Order of White Double Cross, the Order of the White Double Cross First Class, was conferred upon PM Narendra Modi in June 2026. ജൂൺ 2026 പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോദിക്ക് ഏത് കൺട്രിയുടെ ഹയസ്റ്റ് നാഷണൽ ഓണർ ആയിട്ടുള്ള ദ ഓർഡർ ഓഫ് വൈറ്റ് ഡബിൾ ക്രോസ് ആണ് കിട്ടിയത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ ഏത് കൺട്രിയാണ് അവരുടെ ഹയസ്റ്റ് നാഷണൽ ഓണർ ആയിട്ടുള്ള ദി ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോദിക്ക് അവാർഡ് ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ചെക്ക് റിപ്പബ്ലിക്, ഓപ്ഷൻ ബി പോളണ്ട്, ഓപ്ഷൻ സി സ്ലോവാക്യ ആൻഡ് ഓപ്ഷൻ ഡി ഹംഗറി. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ സി സ്ലോവാക്യ. സോ സ്ലോവാക്യ ആണ് അവരുടെ ഹയസ്റ്റ് നാഷണൽ ഓണർ ആയിട്ടുള്ള ദി ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് എന്ത് ചെയ്തത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോദിക്ക് അവാർഡ് ചെയ്തത്. ആൻഡ് ഈ ഒരു അവാർഡ് എന്ന് പറയുമ്പോൾ സ്ലോവാക്യ ആയിട്ട് ബെറ്റർ റിലേഷൻസ് അല്ലെങ്കിൽ സ്ലോവാക്യ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ബെറ്റർ ചെയ്യുന്നതിനകത്ത് വളരെ മികച്ച കോൺട്രിബ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഫോറിൻ സിറ്റിസൻസിന് കൊടുക്കുന്ന അവാർഡാണെന്ത് ഈ ഒരു അവാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എൻ അവാർഡ് given to foreign citizens. So സ്ലോവാക്യ ഫോറിൻ സിറ്റിസൻസിന് അവാർഡ് ചെയ്യുന്ന ഹയസ്റ്റ് നാഷണൽ ഓണർ ആണെന്ത് ദി ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ്. അപ്പോൾ സ്ലോവാക്യൻ കൺട്രി അല്ലെങ്കിൽ സ്ലോവാക്യ ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ വളരെ മികച്ച കോൺട്രിബ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഫോറിൻ സിറ്റിസൻസിന് കൊടുക്കുന്ന ഒരു ഹയസ്റ്റ് നാഷണൽ ഓണർ ആണെന്ത് ദി ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ്. Next question. India's highest civilian honor for children is. അപ്പോൾ ഇന്ത്യയിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന ഹയസ്റ്റ് സിവിലിയൻ ഓണർ ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ബാൽ ശക്തി അവാർഡ്, ഓപ്ഷൻ ബി നാഷണൽ ചൈൽഡ് അവാർഡ്, ഓപ്ഷൻ സി പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ ആൻഡ് ഓപ്ഷൻ ഡി ഭാരത് രത്ന ഫോർ ചിൽഡ്രൻ. അപ്പോൾ ഇതിൽ ഏതാണ് ഇന്ത്യയിൽ ചിൽഡ്രന് കുട്ടികൾക്ക് കൊടുക്കുന്ന ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ. സോ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ. അപ്പൊ ഇന്ത്യയിലെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ. ആൻഡ് 5 മുതൽ 18 വരെയുള്ള കുട്ടികൾക്ക്, സോ 5 മുതൽ 18 വരെയുള്ള കുട്ടികൾക്ക് അവരുടെ കറേജിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ കറേജിയസ് ആയിട്ടുള്ള ആക്ടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന അവാർഡാണെന്ത് ഈ ഒരു പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ. സോ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ ആണ് ഇന്ത്യയിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന ഹയസ്റ്റ് സിവിലിയൻ അവാർഡ്. 5 മുതൽ 18 വയസ്സ് വരെയുള്ള ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് അവരുടെ കറേജിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർ കാണിക്കുന്ന കറേജിയസ് ആക്ട് അംഗീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന അവാർഡാണെന്ത് ഈ ഒരു പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റ് ഫാക്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു അവാർഡ് എന്നാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2019 2019 എന്ത് ചെയ്യുന്നത് ഈ ഒരു അവാർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ വർഷവും എന്ത് ചെയ്യാറുണ്ട് ഈ ഒരു അവാർഡ് കൊടുക്കാറുണ്ട്. ഇറ്റ് ഈസ് ഗിവൺ ആനുവലി. എല്ലാ വർഷവും എന്ത് ചെയ്യാറുണ്ട് ഈ ഒരു അവാർഡ് പ്രസന്റ് ചെയ്യാറുണ്ട്. ആരാണ് ഈ അവാർഡ് പ്രസന്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പ്രസന്റഡ് ബൈ ദ പ്രസിഡന്റ്. സോ പ്രസിഡന്റ് ആണ് എന്ത് ചെയ്യുന്നത് എല്ലാ വർഷവും ഈ ഒരു അവാർഡ് കൊടുക്കുന്നത്. ആൻഡ് ഏത് ദിവസമാണ് ഈ അവാർഡ് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പ്രസന്റഡ് ഓൺ ദി വീർ ബാൽ ദിവസ്. സോ വീർ ബാൽ ദിവസിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു അവാർഡ് പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ എല്ലാ വർഷവും പ്രസിഡന്റ് എന്ത് ചെയ്യാറുണ്ട് വീർ ബാൽ ദിവസിൽ ഈ ഒരു അവാർഡ് പ്രസന്റ് ചെയ്യാറുണ്ട്. ഇനി എന്നാണ് വീർ ബാൽ ദിവസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് December 26. സോ December 26 ആണെന്ത് വീർ ബാൽ ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ വർഷവും December 26 ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ വീർ ബാൽ ദിവസമായിട്ട് എന്ത് ചെയ്യുന്നത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അന്നേ ദിവസമാണ് എന്ത് ചെയ്യുന്നത് പ്രസിഡന്റ് ഈ ഒരു അവാർഡ് എന്ത് ചെയ്യുന്നത് റെസിപ്പിയൻസിന് പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് ഈസ് വീർ ബാൽ ദിവസ്. എന്താണ് ഈ വീർ ബാൽ ദിവസ് അല്ലെങ്കിൽ എന്താണ് December 26 പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10th സിഖ് ഗുരു, 10ാമത്തെ സിഖ് ഗുരു ആയിട്ടുള്ള ഗുരു ഗോബിന്ദ് സിംഗ്. സോ 10th സിഖ് ഗുരു, 10ാമത്തെ സിഖ് ഗുരു ആയിട്ടുള്ള ഗുരു ഗോബിന്ദ് സിംഗ്. സോ 10ാമത്തെ സിഖ് ഗുരു ആയിരുന്നു ഗുരു ഗോബിന്ദ് സിംഗ്. അദ്ദേഹത്തിന് ചെറുപ്രായത്തിലുള്ള 2 കുട്ടികളുണ്ടായിരുന്നു. സോ അദ്ദേഹത്തിന് ചെറുപ്രായത്തിലുള്ള 2 കുട്ടികളുണ്ടായിരുന്നു അല്ലെങ്കിൽ 2 മക്കളുണ്ടായിരുന്നു. സാഹിബ് സാദ സൊരാവർ സിംഗ്. സോ സാഹിബ് സാദ സൊരാവർ സിംഗ് ആൻഡ് സാഹിബ് സാദ
ഫത്തേ സിംഗ്. സോ സാഹിബ് സാദ സൊറാവർ സിംഗ് ആൻഡ് സാഹിബ് സാദ ഫത്തേ സിംഗ്. അപ്പോൾ 10th സിഖ് ഗുരു, അതായത് 10ാമത്തെ സിഖ് ഗുരു ആയിട്ടുള്ള ഗുരു ഗോബിന്ദ് സിംഗിന്റെ 2 മക്കളായിരുന്നു സാഹിബ് സാദ സൊറാവർ സിംഗ്, അതുപോലെ തന്നെ സാഹിബ് സാദ ഫത്തേ സിംഗ്. ആൻഡ് ഇവർ 2 പേരും ഫോഴ്സ് കൺവേർഷൻ എന്ത് ചെയ്തു, വിസമ്മതിച്ചു. അതായത് ഈ ഒരു ടൈമിൽ ഔറംഗസേബ് എന്ത് ചെയ്തു, ഇവരെ ക്യാപ്ചർ ചെയ്യുകയും, അതായത് ഈ ഒരു സമയത്ത് ഔറംഗസേബിന്റെ ആർമി ഇവരെ ക്യാപ്ചർ ചെയ്യുകയും, ഔറംഗസേബിന്റെ മുഗൾ ആർമി ഇവരെ ക്യാപ്ചർ ചെയ്യുകയും ഫോഴ്സ് കൺവേർഷന് വേണ്ടിയിട്ട്, അതായത് നിർബന്ധ മതപരിവർത്തനത്തിന് വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യുകയും ചെയ്തിരുന്നു. ആൻഡ് ഇതെന്ത് ചെയ്തു, ഇവർ റെസിസ്റ്റ് ചെയ്തു. ആൻഡ് ഇതാണ് എന്ത് ചെയ്യുന്നത്, ഇവരുടെ മരണത്തിന് കാരണമാകുന്നത്. അപ്പൊ ഫോഴ്സ്ഡ് കൺവേർഷൻ റെസിസ്റ്റ് ചെയ്തു എന്നതിന്റെ പേരിൽ രക്തസാക്ഷിത്വം വഹിച്ച, മാർട്ടിയർഡം സ്വീകരിച്ചിട്ടുള്ള 2 പേരാണെന്ത്, ഈ ഒരു സാഹിബ് സാദ ബ്രദേഴ്സ്, സാഹിബ് സാദ സൊറാവർ സിംഗും സാഹിബ് സാദ ഫത്തേ സിംഗ്. അപ്പൊ സാഹിബ് സാദ സൊറാവർ സിംഗും സാഹിബ് സാദ ഫത്തേ സിംഗും 10th സിഖ് ഗുരു ആയിട്ടുള്ള ഗുരു ഗോബിന്ദ് സിംഗിന്റെ മക്കളായിരുന്നു. ആൻഡ് ഇവര് എന്ത് ചെയ്തു, ഫോഴ്സ് കൺവേർഷൻ റെസിസ്റ്റ് ചെയ്തു. ആൻഡ് അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഇവർ രക്തസാക്ഷികളാകുന്നത്. അപ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടി, സോ അത് കമ്മമറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, December 26 വീർ ബാൽ ദിവസമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇതേ ദിവസമാണ് എന്ത് ചെയ്യുന്നത്, എല്ലാ വർഷവും പ്രസിഡന്റ് ഈ ഒരു പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ പ്രസന്റ് ചെയ്യുന്നത്. 5 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളുടെ കറേജിയസ് ആയിട്ടുള്ള ആക്ട് അവാർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു അവാർഡ് പ്രസന്റ് ചെയ്യുന്നത്. Next question. Recently, under the hub and spoke aviation model. So recently, under the hub and spoke aviation model, from which city was a first service launched? അതായത് റീസെന്റ് ആയിട്ട് ഇന്ത്യ ഗവൺമെന്റ് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റം ആണ്, അല്ലെങ്കിൽ ഒരു മോഡലാണ് ഈ ഒരു ഹബ് ആൻഡ് സ്പോക്ക് ഏവിയേഷൻ മോഡൽ. ഈ ഒരു ഹബ് ആൻഡ് സ്പോക്ക് ഏവിയേഷൻ മോഡലിന്റെ ഭാഗമായിട്ട് ഏത് സിറ്റിയിൽ നിന്നാണ് ആദ്യത്തെ സർവീസ് ലോഞ്ച് ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ നാഗ്പൂർ, ഓപ്ഷൻ ബി വാരണാസി, ഓപ്ഷൻ സി ബംഗളൂരു ആൻഡ് ഓപ്ഷൻ ഡി പോർബന്ദർ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ ബി വാരണാസി. ഇനി എന്താണ് ഈ ഹബ് ആൻഡ് സ്പോക്ക് മോഡൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതാണ് നമ്മുടെ ഹബ് ആൻഡ് സ്പോക്ക് മോഡൽ. അപ്പൊ ഈ ഹബ് ആൻഡ് സ്പോക്ക് ഏവിയേഷൻ മോഡലിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടയർ 2 അതുപോലെ തന്നെ ടയർ 3 സിറ്റീസ്, സോ ടയർ 2 സിറ്റീസും അതുപോലെ തന്നെ ടയർ 3 സിറ്റീസും, സോ ടയർ 2 ആൻഡ് ടയർ 3 സിറ്റീസ്, ടയർ 2 സിറ്റീസിൽ നിന്നും ടയർ 3 സിറ്റീസിലുള്ളവർക്ക് ഇന്റർനാഷണൽ ഫ്ലൈറ്റുകൾ എന്ത് ചെയ്യുക, അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് ഈ ഒരു ഹബ് ആൻഡ് സ്പോക്ക് ഏവിയേഷൻ മോഡലിന്റെ ഏറ്റവും ബേസിക് പർപ്പസ് എന്ന് പറയുന്നത്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഹബ് ആൻഡ് സ്പോക്ക് ഏവിയേഷൻ മോഡൽ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടയർ 2 സിറ്റീസ് അതുപോലെ തന്നെ ടയർ 3 സിറ്റീസ്, ടയർ 2 സിറ്റീസിലും ടയർ 3 സിറ്റീസിലുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യുക, ഇന്റർനാഷണൽ കണക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു മോഡലിന്റെ ബേസിക് പർപ്പസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, 4 സെൻട്രൽ ഹബ്ബുകൾ, അതായത് ഈ ഒരു മോഡലിന്റെ അണ്ടറിൽ നമ്മൾ 4 ഹബ്ബുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചൂസ് ചെയ്തിട്ടുണ്ട്. 4 ഹബ് എയർപോർട്ടുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചൂസ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡൽഹി, മുംബൈ, ബംഗളൂരു, ഹൈദരാബാദ്. സോ ഡൽഹി, മുംബൈ, ബംഗളൂരു, ഹൈദരാബാദ്, ഇതാണ് ഈ ഒരു മോഡലിന്റെ അണ്ടറിൽ ചൂസ് ചെയ്തിരിക്കുന്ന 4 ഹബ് എയർപോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ടയർ 2 സിറ്റീസിൽ നിന്നും ടയർ 3 സിറ്റീസിൽ നിന്നും ഈ ഹബ്ബുകളിലേക്ക് എന്ത് കാണും, ചെറിയ ചെറിയ ഫ്ലൈറ്റ്സുകൾ കാണും, അതായത് ഷോർട്ട് ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഫ്ലൈറ്റ്സുകൾ കാണും. എന്നിട്ട് ഇവിടുന്ന് എന്ത് ചെയ്യും, ഇന്റർനാഷണൽ ഫ്ലൈറ്റുകൾ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ വാരണാസിയിലാണല്ലോ ഈ ഒരു മോഡൽ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തത്, അല്ലെങ്കിൽ ഇതിന്റെ ഭാഗമായിട്ടുള്ള സർവീസ് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തത്. ഇപ്പോൾ വാരണാസി എന്നുള്ള ഒരാൾക്ക് ലണ്ടനിലേക്ക് പോകണമെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഡയറക്റ്റ് വാരണാസിയിൽ നിന്ന് ലണ്ടനിലേക്ക് ഫ്ലൈറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ എയർലൈൻസിന് എന്താണ് നഷ്ടം വരാൻ ചാൻസ്, മീൻസ് അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഒരുപാട് ഫ്ലൈറ്റ്സുകൾ ചാർട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ വാരണാസി എന്നുള്ള ഒരാൾക്ക് ഡയറക്റ്റ് ലണ്ടനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് എന്ത് ചെയ്യണം, എയർലൈൻസ് ഫ്ലൈറ്റ് പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ ഇങ്ങനെ ഓരോ ടയർ 2 ആൻഡ് ടയർ 3 സിറ്റീസിൽ നിന്നും ഡയറക്റ്റ് ഫ്ലൈറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് എന്തല്ല, പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അതുകൊണ്ട് ഈ ഒരു സിസ്റ്റത്തിനകത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വാരണാസി പോലൊരു ടയർ 2 സിറ്റിയിൽ നിന്ന് ഒരാൾക്ക് ലണ്ടനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വാരണാസിയിൽ നിന്ന് ഈ ഒരു ഹബ് എയർപോർട്ടായിട്ടുള്ള ഡൽഹിയിലേക്ക് എന്ത് കാണും, ഒരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് കാണും. എന്നിട്ട് ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ സാധിക്കും, അവർക്ക് ആ ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഡൽഹിയിൽ നിന്ന് പിന്നെ എന്ത് കാണും, ഇന്റർനാഷണൽ ഫ്ലൈറ്റ് കാണും. അതുപോലെ തന്നെ ഇപ്പോൾ ഭുവനേശ്വറിൽ നിന്നുള്ള ഒരാൾക്ക് സിംഗപ്പൂരിലേക്ക് പോകണമെങ്കിൽ ഡയറക്റ്റ് ഫ്ലൈറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നല്ല
പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് എന്തല്ല, പോസിബിൾ അല്ല. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഭുവനേശ്വറിൽ നിന്നുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹൈദരാബാദിലേക്ക് അല്ലെങ്കിൽ ഡൽഹിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് എടുക്കാൻ സാധിക്കും. എന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, സിംഗപ്പൂരിലേക്ക് ഒരു ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണെന്ത്, ഹബ് ആൻഡ് സ്പോക്ക് ഏവിയേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹബ് ആൻഡ് സ്പോക്ക് ഏവിയേഷൻ മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു മോഡലിന്റെ ബേസിക് പേർപ്പസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടയർ 2 സിറ്റീസ്, ടയർ 3 സിറ്റീസ് ഇവിടെ ഉള്ളവർക്ക് എന്ത് ചെയ്യുക, ഇന്റർനാഷണൽ കണക്ടിവിറ്റി അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഫ്ലൈറ്റ്സ് എന്ത് ചെയ്യുക, ആക്സസിബിൾ ആക്കുക. അതിന്റെ ഭാഗമായിട്ട് 4 ഹബ്ബുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ 4 ഹബ് എയർപോർട്ട്സ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഡൽഹി, മുംബൈ, ബംഗളൂരു, ഹൈദരാബാദ്. അപ്പൊ ടയർ 2 സിറ്റീസിൽ നിന്നും ടയർ 3 സിറ്റീസിൽ നിന്നും ഈ ഹബ് എയർപോർട്ടുകളിലേക്ക് എന്ത് കാണും, ഫ്ലൈറ്റുകൾ കാണും, ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകൾ കാണും. എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടുന്ന് അവർക്ക് ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. സോ ഡയറക്ട്ലി ഇന്റർനാഷണൽ ഫ്ലൈറ്റ് കൊടുക്കാതെ, അത് പ്രാക്ടിക്കലി പോസിബിളും അല്ല, ഡയറക്റ്റ് ഇന്റർനാഷണൽ ഫ്ലൈറ്റുകൾ കൊടുക്കാതെ ഇങ്ങനെ ഹബ്ബുകളിലേക്ക് എത്തിയിട്ട് ഹബ്ബുകളിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഇന്റർനാഷണൽ ഫ്ലൈറ്റുകൾ ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഇതിന്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ സർവീസ് ലോഞ്ച് ചെയ്തത് വാരണാസി എന്നാണ്. സോ വാരണാസി ടു ഡൽഹി ആയിരുന്നു ആദ്യത്തെ സർവീസ് എന്ന് പറയുന്നത്. സോ വാരണാസിയിൽ നിന്ന് ഡൽഹിയിലേക്കായിരുന്നു ഈ ഒരു ഹബ് ആൻഡ് സ്പോക്ക് മോഡലിനകത്തുള്ള ആദ്യത്തെ സർവീസ് എന്ന് പറയുന്നത്. Next question, where was the 11th BRICS Energy Ministers meeting held in June 2026? So June 2026 എവിടെ വെച്ചിട്ടാണ് 11ാമത്തെ ബ്രിക്സ് എനർജി മിനിസ്റ്റേഴ്സ് മീറ്റ് കണ്ടക്ട് ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ന്യൂഡൽഹി, ഓപ്ഷൻ ബി ഗുരുഗ്രാം ഹരിയാന, ഓപ്ഷൻ സി ഷാങ്ഹായ് ചൈന ആൻഡ് ഓപ്ഷൻ ഡി ജോഹന്നാസ്ബർഗ് സൗത്ത് ആഫ്രിക്ക. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ, അതായത് നിങ്ങൾക്ക് ഇൻ കേസ് കറക്റ്റ് ആൻസർ അറിയില്ലെങ്കിലും ഇതിനകത്ത് നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ വരാനായിട്ടുള്ള പ്രോബിലിറ്റി കൂട്ടാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോമൺ സെൻസ് യൂസ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഇത്തവണത്തെ ബ്രിക്സിന്റെ ചെയർമാൻഷിപ്പ് ആർക്കാണുള്ളത്, ഇന്ത്യക്കാണ്. സോ ഇത്തവണത്തെ ബ്രിക്സിന്റെ ചെയർമാൻ എന്ന് പറയുന്ന ആരാണ്, ഇറ്റ് ഈസ് ഇന്ത്യ. സോ ഇന്ത്യയാണ് എന്ത് ചെയ്യുന്നത്, ഇത്തവണത്തെ ബ്രിക്സിന്റെ ചെയർമാൻഷിപ്പ് ഹോൾഡ് ചെയ്യുന്നത്. സോ 2026 ബ്രിക്സിന്റെ ചെയർമാൻഷിപ്പ് ഹോൾഡ് ചെയ്യുന്ന ആരാണ്, ഇന്ത്യയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബ്രിക്സ് എനർജി മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് നടക്കുന്നത്. സോ 2026 ബ്രിക്സിന്റെ ചെയർമാൻഷിപ്പ് ഹോൾഡ് ചെയ്യുന്ന ഇന്ത്യയാണ്. അതുകൊണ്ട് തന്നെ ബ്രിക്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മീറ്റിംഗും നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എല്ലാ മീറ്റിംഗും ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യ ആയിരിക്കും. അതുകൊണ്ട് തന്നെ സൗത്ത് ആഫ്രിക്ക ആയിരിക്കില്ല, ചൈന ആയിരിക്കില്ല ആൻസർ. അതായത് നിങ്ങൾക്ക് കറക്റ്റ് പ്ലേസ് അറിയില്ലെങ്കിൽ പോലും 2 ഓപ്ഷൻ എന്ത് ചെയ്യാൻ പറ്റി, എലിമിനേറ്റ് ചെയ്യാൻ പറ്റി. ഇനി 2 ഓപ്ഷൻസ് ഉള്ളൂ, ന്യൂഡൽഹിയും അതുപോലെ തന്നെ ഗുരുഗ്രാം ഹരിയാനയും. അപ്പൊ നിങ്ങളുടെ ചാൻസ് എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു, 50-50. ഇനി നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ വരാനായിട്ട് 50-50 ചാൻസ് ആണുള്ളത്. അപ്പൊ ഇങ്ങനെ ലോജിക്കലായിട്ടും കൂടി എന്ത് ചെയ്യണം, നിങ്ങൾ നിങ്ങളുടെ നോളജ് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കണം. അപ്പോൾ 2026 ഈ ഒരു ബ്രിക്സ് എനർജി മിനിസ്റ്റേഴ്സ് മീറ്റ് നടന്നിട്ടുള്ളത്. 2026 ബ്രിക്സിന്റെ പ്രസിഡൻസി എന്ന് പറയുന്ന ആർക്കാണ്, അല്ലെങ്കിൽ ബ്രിക്സിന്റെ ചെയർമാൻഷിപ്പ് എന്ന് പറയുന്ന ആർക്കാണ്, ഇന്ത്യക്കാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ മീറ്റിംഗ് നടക്കുന്നത്. സോ നമ്മൾ 2 ഫോറിൻ ഓപ്ഷൻസ് എന്ത് ചെയ്തു, എലിമിനേറ്റ് ചെയ്തു. ഇനി 2 ഓപ്ഷൻസേ ഉള്ളൂ, ന്യൂഡൽഹിയും അതുപോലെ തന്നെ ഗുരുഗ്രാം ഹരിയാന. സോ കറക്റ്റ് ആൻസർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, ഗുരുഗ്രാം ഇൻ ഹരിയാന. സോ ഹരിയാനയിലെ ഗുരുഗ്രാമിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, 11ാമത്തെ ബ്രിക്സ് എനർജി മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് എന്ത് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യുന്നത്. ഇനി ഗുരുഗ്രാം ഹരിയാനയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്, ദാറ്റ് ഈസ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് ഉണ്ടല്ലോ. ഈ ഒരു ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെ തന്നെയാണ്, ഗുരുഗ്രാം ഹരിയാന. സോ ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന എവിടെ തന്നെയാണ്, ഇറ്റ് ഈസ് ഓൾസോ ലൊക്കേറ്റഡ് ഇൻ ഗുരുഗ്രാം ഹരിയാന. സോ ഹരിയാനയിലെ ഗുരുഗ്രാമിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടെ വെച്ച് തന്നെയാണ് 11th ബ്രിക്സ് എനർജി മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് നടന്നത്. അവിടെ തന്നെയാണ് എന്ത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതും, ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഖുറാസാനി ഇംലി recently awarded the geographical indication tag GA tag belongs to which state? ഏത് സ്റ്റേറ്റിൽ ബിലോങ് ചെയ്യുന്നതാണ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് GA ടാഗ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് റിസീവ് ചെയ്തിട്ടുള്ള ഖുറാസാനി ഇംലി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ തെലങ്കാന, ഓപ്ഷൻ ബി മധ്യപ്രദേശ്, ഓപ്ഷൻ സി കർണാടക ആൻഡ് ഓപ്ഷൻ ഡി ഗുജറാത്ത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, മധ്യപ്രദേശ്. സോ മധ്യപ്രദേശിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ മധ്യപ്രദേശിലുള്ള ഒരു ട്രീയിൽ നിന്ന്, മധ്യപ്രദേശിലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ട്രീയിൽ നിന്ന് റിസീവ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ട്രീയുടെ ഫ്രൂട്ട് ആണെന്ന് ഒരു ഖുറാസാനി ഇംലി എന്ന് പറയുന്നത്. സോ ബേസിക്കലി നമ്മുടെ പുളി തന്നെയാണ്, ടാമറിൻഡ് തന്നെയാണ്, പുളി തന്നെയാണ്. അപ്പോൾ അതാണെന്ത് ഖുറാസാനി ഇംലി. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ചില ഫാക്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇതാണ് നമ്മുടെ ബോവാബാബ് ട്രീ. അതായത് ഖുറാസാനി ഇംലി കിട്ടുന്ന ആ ബോവാബാബ് ട്രീ എന്ന് പറയുന്നത് എന്താണ്, ഇതാണ്. സോ ദിസ് ഈസ് ദ ബോവാബാബ് ട്രീ. അപ്പൊ നമുക്ക് ഖുറാസാനി ഇംലി മധ്യപ്രദേശില്
മധ്യപ്രദേശിൽ ബിലോങ് ചെയ്യുന്ന ഖുറാസാനി ഇംലി, അതായത് റീസെന്റ് ആയിട്ട് GI ടാഗ് കിട്ടിയിട്ടുള്ള ഖുറാസാനി ഇംലി എന്ന് പറയുന്നത് മധ്യപ്രദേശിൽ നിന്നുള്ള ഒരു ഐറ്റം ആണ്, അല്ലെങ്കിൽ മധ്യപ്രദേശിൽ നിന്നുള്ള ഒരു ഇംലി അല്ലെങ്കിൽ ടാമറിൻഡ് ആണ്. അപ്പൊ അത് നമുക്ക് കിട്ടുന്നത് ഈ ഒരു ബോവാബാബ് ട്രീ എന്ന് പറഞ്ഞ ട്രീയിൽ നിന്നാണ്. ഈ ഒരു ബോവാബാബ് ട്രീ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചില എന്താണ് ഇംഗ്ലീഷ് ഫിലിംസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ആഫ്രിക്ക കാണിക്കുമ്പോൾ അവിടെ എന്താണ് വലിയ ട്രങ്കുള്ള, അതായത് ഇല്ല ബാരൽ പോലെ ട്രങ്കുള്ള ട്രീസ് കണ്ടിട്ടുണ്ടായിരിക്കും. അതേ ട്രീ തന്നെയാണ് ഈ ഒരു ബോവാബാബ് ട്രീ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ട്രങ്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതിന്റെ ട്രങ്കിന്റെ അകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് വാട്ടർ സ്റ്റോറേജ് ഉണ്ട്. അതായത് വാട്ടർ സ്റ്റോർ ചെയ്യുന്ന ട്രങ്ക് ഉള്ള ഒരു ട്രീ ആണെന്ത് ഈ ഒരു ബോവാബാബ് ട്രീ എന്ന് പറയുന്നത്. സോ അതായത് നമ്മൾ ആഫ്രിക്കയിൽ കാണുന്ന അതേ ബോവാബാബ് ട്രീ സ്പീഷീസ് തന്നെയാണ് ഇതെന്ന് പറയുന്നത്. ഇനി ഈ ഒരു ബോവാബാബ് ട്രീ മധ്യപ്രദേശിലേക്ക് കൊണ്ടുവന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് അലാവുദ്ദീൻ ഖിൽജി. അലാവുദ്ദീൻ ഖിൽജി ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബോവാബാബ് ട്രീ മധ്യപ്രദേശിലേക്ക് കൊണ്ടുവരുന്നത്. അതായത് അലാവുദ്ദീൻ ഖിൽജി അദ്ദേഹത്തിന്റെ ഭരണ സമയത്ത് മധ്യപ്രദേശിലേക്ക് കൊണ്ടുവരുന്നതാണെന്ത് ഈ ഒരു ബോവാബാബ് ട്രീ. അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്, മധ്യപ്രദേശിലേക്ക് ഈ ഒരു ബോവാബാബ് ട്രീ എന്ത് ചെയ്യുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ അലാവുദ്ദീൻ ഖിൽജി. അലാവുദ്ദീൻ ഖിൽജി ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ട്രീ മധ്യപ്രദേശിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി അത് മാത്രമല്ല, ഈ ഒരു ഖുറാസാനി ഇംലിക്ക് മറ്റൊരു പേര് കൂടിയുണ്ട്, ദാറ്റ് ഈസ് മാണ്ഡവ് ഇംലി. മാണ്ഡവ് ഇംലി എന്ന് എന്ത് ചെയ്യാറുണ്ട്, ഈ ഒരു ഖുറാസാനി ഇംലി അറിയപ്പെടാറുണ്ട്. ബിക്കോസ് മധ്യപ്രദേശിലെ മാണ്ഡവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു ഇംലി എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് മാണ്ഡവ് ഇംലി. സോ ഈ ഒരു ഖുറാസാനി ഇംലിയുടെ മറ്റൊരു പേരാണെന്ത് മാണ്ഡവ് ഇംലി എന്ന് പറയുന്നത്. എന്തുകൊണ്ട് എന്നെ മാണ്ഡവ് ഇംലി എന്ന് വിളിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മധ്യപ്രദേശിലെ മാണ്ഡവ് എന്ന സ്ഥലത്താണ് എന്ത് ചെയ്യുന്നത്, ഇത് നമുക്ക് കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Where has India's first private gold mine been established? ഇന്ത്യയിൽ എവിടെയാണ് ആദ്യത്തെ പ്രൈവറ്റ് ഗോൾഡ് മൈൻ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ റീസെന്റ് ആയിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈവറ്റ് ഗോൾഡ് മൈൻ എന്ത് ചെയ്തു, ഇനാഗുറേറ്റ് ചെയ്തു അല്ലെങ്കിൽ ഓപ്പറേഷണലൈസ് ചെയ്തു. അത് എവിടെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ കോലാർ കർണാടക, ഓപ്ഷൻ ബി ഹട്ടി കർണാടക, ഓപ്ഷൻ സി ജൊണ്ണഗിരി ആന്ധ്രാപ്രദേശ് ആൻഡ് ഓപ്ഷൻ ഡി സിംഗ്ഭൂം ജാർഖണ്ഡ്. ഇതിൽ എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈവറ്റ് ഗോൾഡ് മൈൻ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. So correct answer is option C, Jonnagiri in Andhra Pradesh. So Jonnagiri in Andhra Pradesh. So Andhra Pradeshile Kurnool district, Andhra Pradeshile Kurnool districtലാണ് എന്തുള്ളത്, ഒരു ജൊണ്ണഗിരി ഗോൾഡ് മൈൻ ഉള്ളത്. ജൊണ്ണഗിരി ഗോൾഡ് മൈൻ ഉള്ളത് ആന്ധ്രാപ്രദേശിലെ കുർണൂൾ ഡിസ്ട്രിക്റ്റിലാണ്. സോ ആന്ധ്രാപ്രദേശിലെ കുർണൂൾ ഡിസ്ട്രിക്റ്റിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഗോൾഡ് മൈൻ ആണ് ജൊണ്ണഗിരി. ആൻഡ് ഈ ജൊണ്ണഗിരിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈവറ്റ് ഗോൾഡ് മൈൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇന്ത്യസ് ഫസ്റ്റ് പ്രൈവറ്റ് ഗോൾഡ് മൈൻ. റീസെന്റ് ആയിട്ട് ആന്ധ്രാപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള ചന്ദ്രബാബു നായിഡു ആണ് എന്ത് ചെയ്തത്, ഈ ഒരു ഗോൾഡ് മൈൻ ഇനാഗുറേറ്റ് ചെയ്തത്, ഈ ഒരു ഗോൾഡ് മൈനിന്റെ ഇനാഗുറേഷൻ നടത്തിയത്. ഇനി ബാക്കി രണ്ട് ഓപ്ഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ഓപ്പറേഷണലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയിൽ ഓപ്പറേഷൻസ് ഉള്ള രണ്ട് ഗോൾഡ് മൈൻസ് ആണെന്ത് ഈ ഒരു കോളാറും അതുപോലെ ഹട്ടിയും. അപ്പോൾ ഇന്ത്യയിൽ ഓപ്പറേഷൻസിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിൽ ഓപ്പറേഷണലൈസ്ഡ് ആയിരുന്ന രണ്ട് ഗോൾഡ് മൈൻസ് ആണ് കോളാറും അതുപോലെ ഹട്ടിയും. രണ്ടും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന കർണാടകയിലാണ്. ഇനി കോളാർ ഗോൾഡ് മൈൻസിലേക്ക് വരുവാണെങ്കിൽ ഒരുപാട് വർഷങ്ങൾ മുന്നേ എന്ത് ചെയ്തു, ഗവൺമെന്റ് ഇതിന്റെ ഓപ്പറേഷൻസ് എന്ത് ചെയ്തു, സസ്പെൻഡ് ചെയ്തു. അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഗവൺമെന്റ് എന്ത് ചെയ്തു, കോളാർ ഗോൾഡ് മൈൻസിന്റെ ഓപ്പറേഷൻ സസ്പെൻഡ് ചെയ്തു. പക്ഷെ ഹട്ടി എന്താണ്, ഇപ്പോഴും ഓപ്പറേഷണലൈസ്ഡ് ആണ്. അതായത് ഒരു കർണാടക ഗവൺമെന്റ് എന്റർപ്രൈസിന്റെ കീഴിൽ എന്താണ്, ഇത് ഇപ്പോഴും ഓപ്പറേഷണലൈസ്ഡ് ആണ്. ഇറ്റ് ഈസ് സ്റ്റിൽ ഓപ്പറേഷണൽ അണ്ടർ എ കർണാടക ഗവൺമെന്റ് എന്റർപ്രൈസ്. ഒരു കർണാടകയിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ അണ്ടറിൽ എന്താണ് ഒരു ഹട്ടി ഗോൾഡ് മൈൻ സ്റ്റിൽ ഓപ്പറേഷണലൈസ്ഡ് ആണ്. ബട്ട് കോളാർ ഗോൾഡ് മൈൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ലോങ് ഇയേഴ്സ് ബാക്ക് എന്ത് ചെയ്തു, അതിന്റെ ഓപ്പറേഷൻസ് സസ്പെൻഡ് ചെയ്തു. ഇനി ഈ രണ്ട് ഗോൾഡ് മൈൻസും ബ്രിട്ടീഷ് ടൈമിലാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് എറയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ രണ്ട് ഗോൾഡ് മൈൻസും എസ്റ്റാബ്ലിഷ് ചെയ്തത്. ആൻഡ് ഇൻഡിപെൻഡൻസിന് ശേഷം നമ്മൾ ഇതുവരെ ഒരു ഗോൾഡ് മൈൻസും എന്ത് ചെയ്തിട്ടില്ല, ഓപ്പറേഷണലൈസ് ചെയ്തിട്ടില്ല. അങ്ങനെ ഓപ്പറേഷണലൈസ് ചെയ്യുന്ന ആദ്യത്തെ ഗോൾഡ് മൈനും എന്താണ്, ഇത് ജൊണ്ണഗിരിയാണ്. അതായത് ഇൻഡിപെൻഡൻസിന് ശേഷം നമ്മൾ ഒരു ഗോൾഡ് മൈൻസിനും എന്ത് ചെയ്തിട്ടില്ല, സാങ്ഷൻ കൊടുത്തില്ല. അതിപ്പോൾ പബ്ലിക് ആയിക്കോട്ടെ പ്രൈവറ്റ് ആയിക്കോട്ടെ, ഒരു ഗോൾഡ് മൈൻസിനും ഇതുവരെ സാങ്ഷൻ കൊടുത്തിട്ടില്ലായിരുന്നു. അതായത് ഇപ്പോൾ കോളാർ ആയാലും ഹട്ടി ആയാലും ഇന്ത്യയിൽ ഓപ്പറേഷണലൈസ്ഡ് ആയിരുന്ന രണ്ട് ഗോൾഡ് മൈൻസ് ആണ് കോളാറും ഹട്ടിയും. ഇത് രണ്ടും ബ്രിട്ടീഷ് ടൈമിൽ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. ഇൻഡിപെൻഡൻസിന് ശേഷം എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ ഒരു ഗോൾഡ് മൈൻസിനും സാങ്ഷൻ കൊടുത്തിട്ടില്ലായിരുന്നു. ആൻഡ് നമ്മൾ ഇപ്പോൾ സാങ്ഷൻ കൊടുക്കുന്ന ആദ്യത്തെ ഗോൾഡ് മൈൻ, ഇൻഡിപെൻഡൻസിന് ശേഷം സാങ്ഷൻ കിട്ടുന്ന ഫസ്റ്റ് ഗോൾഡ് മൈൻ ആണ് ജൊണ്ണഗിരി. ആൻഡ് ഇതെന്താണ്, ഒരു പ്രൈവറ്റ് ഗോൾഡ് മൈൻ കൂടിയാണ്. അപ്പോൾ
ഇതാണ് ജൊണ്ണഗിരി ഗോൾഡ് മൈൻസ് ഇൻ കുർണൂൾ ഡിസ്ട്രിക്ട് ഓഫ് ആന്ധ്രാപ്രദേശ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കഷന് വേണ്ടിയിട്ട് നമ്മൾ ടേക്കപ്പ് ചെയ്തിരുന്നത്. അപ്പോൾ നെക്സ്റ്റ് സെഷനിൽ കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക്